ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ 16-ാമത്തെ ദിവസമാണ്. അതെ, 16-ാമത്തെ ദിവസം. ഞാൻ ഒരുങ്ങി നമ്മളൊന്ന് പുറത്ത് പോകുവാണ്. നമ്മൾ ഒരു ഇഫ്താർ പാർട്ടിക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോകുവാണ്. പിന്നെന്താണ്, ഞാൻ എന്നിട്ട് ഡ്രസ്സ് ഇതാണ്, ഒരു ടോപ്പ്. ഇത് നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗിന് ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഡ്രസ്സ് തന്നെ ഞാൻ ഇന്നും എടുത്തിട്ട് ഞാൻ ലിഫ്റ്റ് വരാനായിട്ട് വെയിറ്റാക്കി നിൽക്കുവാണ്. കുറേ നേരമായി. ഇവിടെ ഒരു ലിഫ്റ്റ് വർക്കാകാനായിട്ട് കുറച്ച് നാളായി, അതവർ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ലിഫ്റ്റ് വെയിറ്റാക്കി ഇരിക്കുവാണ്. നമുക്ക് 5 മണിക്കായിരുന്നു അവിടെ ചെല്ലേണ്ടത്. ഇപ്പോൾ സമയം 4:59. ഞാൻ പിന്നെ ലേറ്റാണ്. അപ്പോൾ 5:10 നമ്മൾ മെട്രോ സ്റ്റേഷൻ ബുർജുമാനിൽ ആദ്യം ചെല്ലണം. അവിടെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ടാണ് നമ്മൾ നോമ്പുറക്ക് പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം മെട്രോ സ്റ്റേഷനിൽ പോകാം. എൻ്റെ ലിഫ്റ്റ് വരുന്നില്ല. അത് 8 മേളിലോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് താഴത്തോട്ട് വരണം. നല്ല ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ലേറ്റ് ആകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുമായിരുന്നു. ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നപ്പോൾ തന്നെ സമയം 4:15. വന്ന ഉടനെ ഞാൻ ഡ്രസ്സ് മാറി. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ എളുപ്പം ഡ്രസ്സ് വിട്ട് ഇതാക്കിയത്. അധികമൊന്നും ഒരുങ്ങിയില്ല. മുഖത്ത് കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരു ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഇറങ്ങി. ഡ്രസ്സ് അയൺ ചെയ്തതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സിനൊന്നും ചെയ്യേണ്ട വന്നില്ല കേട്ടോ. നമ്മുടെ ലിഫ്റ്റ് വന്നിട്ടാ. ഞാൻ മെട്രോ സ്റ്റേഷനിൽ കയറാനായിട്ട് ലിഫ്റ്റിൽ കയറി. ലേറ്റായി, 5:15. നല്ല ലേറ്റായി കേട്ടോ. ഇവിടെ തിരക്ക് കുറവാണ്, വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾ ബാക്ക് സൈഡ് കണ്ടാൽ മനസ്സിലാവും, തിരക്ക് കുറവാണ്. എന്തായാലും നമുക്ക് എളുപ്പം ബുർജുമാനിൽ പോകട്ടോ. ഏകദേശം ഒരു 5:20 ആയപ്പോഴാണ് കേട്ടോ ഞാൻ മെട്രോ സ്റ്റേഷൻ എത്തിയത്. ഞാൻ അവിടെ എത്തിയപ്പം എൻ്റെ കൂടെയുള്ള 2 പേര് ഓൾറെഡി എത്തിയിരുന്നു. പിന്നെ ഒരാൾ വരാൻ കുറച്ച് ലേറ്റായി. പിന്നെ നമ്മൾ ആളെയും കൂടെ വെയിറ്റ് ചെയ്ത് നേരെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലോട്ടാണ് പോയത്. അവിടെയാണ് നമ്മുടെ കഫേ ഉള്ളത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. വലിയ മാളാണ് കേട്ടോ ഈ ഒരു മാള്. അപ്പോൾ ഏത് വശത്താണ് ഈ ഒരു കഫേ എന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്സിലൊക്കെ കുറച്ച് നോക്കിയിട്ടാണ് ഉള്ളിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുള്ളത്. വേറൊരു സൈഡിൽ പോയിട്ടുണ്ട്, നമ്മുടെ ഐക്യയുടെ സൈഡിൽ. ഈ ഒരു സൈഡിൽ വന്നിട്ടില്ലേ. ഇത് നമ്മൾ ഏത് സൈഡിലാണെന്ന് ജസ്റ്റ് നമുക്ക് മാപ്പ് കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി നമുക്ക് മാപ്പ് കിട്ടി. എസ്കലേറ്റർ കയറിയപ്പോൾ തന്നെ നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ കണ്ട്. ദിമാഷ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോണത്. ഇതൊരു സിറിയൻ റെസ്റ്റോറൻ്റ് ആണ്. കയറിയപ്പോൾ തന്നെ ഉള്ളൊരു സെറ്റപ്പ് നിങ്ങൾ നോക്കിക്കുക. ഭയങ്കര സ്റ്റാൻഡേർഡ് വൈബും ആ ഒരു വ്യൂ ഒക്കെ ഇല്ലേ, അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഈവനിങ് ടൈം ഏകദേശം 5:50 ഇവിടെ എത്തിയപ്പോൾ ഉള്ള വ്യൂ നിങ്ങളൊന്ന് നോക്കിക്കുക. എന്ത് രസം, സൺസെറ്റും ഫുള്ളൊരു നല്ലൊരു വൈബായിരുന്നു. ഇതൊരു സിറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫുള്ളും സിറിയൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് തന്നെ ചൂസ് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആണ്, സിറിയൻസിൻ്റെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം കുറച്ച് സാധനങ്ങളാണ് അവർ വെച്ചത്. അപ്പോൾ ഇതിൽ ഓരോന്നും സിറിയൻസിൻ്റെ ഫുഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സിറിയൻസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളത്. ഇതുവരെയായിട്ട് ഞാനങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സിറിയൻസിൻ്റെ ഫുഡൊന്നും കഴിക്കാൻ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ടേബിൾ കാണുമ്പോൾ ഓർക്കും ഇതാണ് മെയിനായിട്ട് നമുക്ക് കഴിക്കാനുള്ളതെന്ന്. അല്ല, ഇത് ജസ്റ്റ് സ്റ്റാർട്ടർ മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ ഈ ഒരു വ്യൂ കണ്ടിട്ട് ഇരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു വാട്ടർ ഷോയും അതുപോലെ തന്നെ ഒരു ചെറിയ തണുപ്പും എല്ലാം കൂടെ ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇരുന്നപ്പോൾ തന്നെ നെക്സ്റ്റ് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നമുക്ക് മെയിൻ കോഴ്സിന് കഴിക്കാനുള്ളത്. ഇതും സിറിയൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കബാബ്, അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ റൈസാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എല്ലാം
ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഞാൻ പേഴ്സണലി ആ ഒരു ചിക്കൻ്റെ സാധനം എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് അത്ര വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കബാബും പിന്നെ നമ്മുടെ റൈസൊക്കെയാണ് ട്രൈ ചെയ്തത്. എല്ലാം 10/10 അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെയായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ നല്ല ഡിലേ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് വരാനേ തോന്നില്ലായിരുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വാട്ടർ ഷോ ഒന്ന് കണ്ടു നോക്കിട്ടാ, എന്ത് രസമുള്ളൊരു ഷോ ആയിരുന്നെന്നറിയാവുക. എന്തായാലും ഞാൻ പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കേ, എന്ത് രസമാണെന്ന്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സീനിയർ സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അങ്ങനെ ആളുടെ ഹസ്ബൻഡ് ഒരു സർപ്രൈസായിട്ട് വരുന്ന ഒരു രസമായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കേ. നമ്മളിതേ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈൻഡപ്പിനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഡെസേർട്ടാണ് വന്നിട്ടുള്ളത്. അതായത് തണ്ണിമത്തനുണ്ടായിരുന്നു, പിന്നെ കുനാഫ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സിറിയൻ സ്പെഷ്യൽ ഇത് എന്ത് സ്വീറ്റാണെന്ന് എനിക്കറിയില്ല, പിന്നെ വേറൊരു സ്വീറ്റും ഉണ്ടായിരുന്നു, ഈ ഒരു സ്വീറ്റ്. ഇത്രയായിരുന്നു നമ്മുടെ സ്വീറ്റ്സ് ഐറ്റംസ് ആയിട്ടുള്ളത്. സ്വീറ്റ്സൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് മേടിച്ചത് ഈ ഒരു ചായയാണ്. ഇതിൽ ഷുഗറൊക്കെ ഇട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ ഇതും കൂടെ കുടിച്ചിട്ടാണ് അവിടുന്ന് വൈൻഡപ്പ് ആയത്. അപ്പോൾ അടിപൊളിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുവാണേ. ഇത് നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ എൻട്രൻസ് ആണ് കേട്ടോ. ഇത് അകത്തെ സീറ്റിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ബാൽക്കണി വ്യൂവിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 10/10 തന്നെ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കാം. അടിപൊളിയായിരുന്നു. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇല്ലേ, വരുന്ന വഴിക്ക് ഇത് നോക്കിക്കേ, എന്ത് രസമുള്ള മാല. ഞാൻ ഇത്രയും ഷോപ്സ് കണ്ടിട്ടില്ലേ ദുബായിൽ. എല്ലാ കളക്ഷൻസും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും ഗോൾഡ് അല്ല, നോർമലി നമ്മുടെ പ്ലേറ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 220, 240, 520 അത്രയും റേറ്റ് ആയിരുന്നേ. പക്ഷെ ഇവരുടെ എല്ലാ ജ്വല്ലറീസും ഭയങ്കര മോഡലും ഭയങ്കര രസമുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ പോകാനേ തോന്നുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കുവാണേ. എനിക്കാണെങ്കിൽ ഞാനടുത്ത് ഇതിന് റേറ്റൊക്കെ കുറവാണ്. അപ്പോൾ ഇവിടെ സെയിൽസ് ഗേൾസൊന്നും നിൽപ്പില്ല. എന്നിട്ട് ഞാൻ എല്ലാത്തും ഇങ്ങനെ എനിക്ക് കണ്ടിട്ട് എനിക്ക് പറയാനറിയത്തില്ല. ഗേൾസിന് ഇത് മനസ്സിലാകും ഞാൻ ഈ പറയുന്നൊരു ഫീലിങ്. നമുക്കൊക്കെ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സിനോടൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ ഈ ഒരു ഷോപ്പിൽ ഇല്ലാത്ത എല്ലാം ഒന്നിനൊന്ന് മെച്ചം. നോക്കിക്കേ നിങ്ങൾ ഈ കളക്ഷനൊക്കെ എന്ത് രസമെന്ന് നോക്കിക്കേ. എനിക്കാണെങ്കിൽ അതൊക്കെ കൂടെ വാരി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നാണ്. മാരിലിൻ എന്ന് പറയുന്നതാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അവിടെ സെയിൽസ് ഗേൾസൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അടിപൊളി. എനിക്ക് എന്തായാലും ഇവിടുന്ന് ഒരു വട്ടം മേടിക്കണം. ഞാൻ എന്തായാലും മേടിക്കും കേട്ടോ ഇൻഷാ അല്ലാ. നമ്മൾ ഇഫ്താർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടാ, ആകെ ടയേർഡായി. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ താഴത്ത് നമ്മൾ ടാക്സിയിലാണ് പോണത്, വീട്ടിൽ പോകുന്നത്. എൻ്റെ കൂടെ ബഹദൂർ ഭായി ഉണ്ട്.
എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി പാർട്ടിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ടാക്സിക്ക് നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യു വാണ്ട് ടു സേ സംതിങ്? യെസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു, ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്നത് ടാക്സിക്കാണ് കേട്ടോ. എന്തായാലും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നമ്മൾ കറക്റ്റ് 7 മണിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.